ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മീൻ തല കായിട്ട് വെച്ചത്. ഇതിനായി ഏട്ട മീനിൻ്റെ തലയാണ് ഉപയോഗിക്കാറ്. പലരും ഇത് കഴിച്ചിരിക്കും, എന്നാൽ പലർക്കും ഇതറിയില്ല മീൻ തല കായിട്ട് വയ്ക്കുമെന്ന്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ മീനിൽ നെയ്യ് ഉണ്ടാവുക കാറ്റുകാലത്താണ്, അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ. അപ്പോൾ നല്ല നെയ്യോട് കൂടിയിട്ടുള്ള ഏട്ടമീനായിരിക്കും കിട്ടുക. അതിനായിട്ട് അതിൻ്റെ നെയ്യെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇതിൽ കായം കൂടി ഇടുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1 കിലോ ഏട്ടത്തല കഴുകി വൃത്തിയാക്കി അരിഞ്ഞത്, 4 നേന്ത്രക്കായ 4 അരിഞ്ഞത്, സവാള 2 എണ്ണം നീളനെ അരിഞ്ഞത്, ഇഞ്ചി വലിയൊരു കഷ്ണം നീളനെ അരിഞ്ഞത്, പച്ചമുളക് 6 എണ്ണം, ചുവന്നുള്ളി 10 എണ്ണം നീളനെ അരിഞ്ഞത്, വെളുത്തുള്ളി 10 എണ്ണം നീളനെ അരിഞ്ഞത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വേപ്പില, ഉപ്പ്. ആദ്യമായിട്ട് കായ വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ഇനി വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാനുള്ള ഐറ്റംസ് നമുക്ക് വഴറ്റിയെടുക്കാം. ആദ്യമായി നമുക്ക് സവാള ഇട്ട് വഴറ്റാം. സവാളയോ ഉള്ളികളോ വഴറ്റുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്താൽ അതിലെ മോയ്സ്ചർ വേഗം പോയിട്ട് വേഗം വഴറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സവാള ഒന്ന് ചെറുതായി വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, അതുപോലെ പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഈ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഏട്ടത്തല ചേർത്ത് കൊടുക്കാം. ചൂടി ഉപ്പും വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് വേവാനായി മൂടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം വലുതായിരിക്കും, അപ്പോൾ എല്ലാ ഭാഗവും വെള്ളത്തിലും മുങ്ങിക്കിടക്കില്ല. അപ്പോൾ ഇങ്ങനെ മറച്ചിടുമ്പോൾ മാത്രമാണ് ആ ഭാഗവും വെള്ളത്തിലേക്ക് മുങ്ങി ആ ഭാഗവും വെന്ത് കിട്ടുകയുള്ളൂ. മീൻ തല വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇതിലേക്ക് മുന്നേ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 4 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നെയ്യ് കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം തീരുമാനിക്കണം എത്ര കായ ഇടണമെന്ന്. നെയ്യ് കുറവാണെങ്കിൽ അത്രയും കുറച്ച് 2 കായൊക്കെ ഇട്ടാൽ മതിയാവും. നെയ്യുള്ള മീനാണെങ്കിൽ ഒരു 4 കായ വരെ നമുക്ക് ചേർക്കാം. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. ശരിക്കും എൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞൊരു കുഴമ്പ് രൂപമാണ്.
കായയിൽ ആ നെയ്യൊക്കെ നന്നായി പിടിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ഇത് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും നമുക്ക് സെർവ് ചെയ്യാം. മാത്രമല്ല ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഏട്ടത്തല കായിട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യണം.